മാജിക് മേഖലയിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു സാധനമാണ്. ഇത് മാത്രമേ ഉള്ളൂ ഞാൻ ഫ്രണ്ടിൽ വെക്കുന്നത്. ഇതൊരു ചെറിയൊരു കയ്യിൽ. ഇത് തൊടുപുഴയിൽ ഒരു സംഘടനയുടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അന്ന് നമ്മളതിൽ പാട്ട് പാടുന്ന ഒരു മിനിസ്റ്റർ ഉണ്ടല്ലോ, പഴയ UDF ഒരു മിനിസ്റ്റർ PJ ജോസഫ്. അദ്ദേഹം വേദിയിൽ എന്നെ വിളിച്ചിട്ട് അപ്പോഴും തന്ന ഒരു സാധനമാണ് എൻ്റെ ജീവിതത്തിൽ മാജിക്കിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടും. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചെറിയൊരു സാധനം പിന്നെ കിട്ടിയിട്ടുമില്ല. എന്നെ കിട്ടിയിരിക്കുന്ന എല്ലാം വലിയ വലിയ സാധനങ്ങളാണ്. അതിനൊന്നും ഈ വിലയില്ല. ഈ സാധനം ഞാൻ ഇപ്പോഴും ഉള്ളത് ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ ഞാൻ ആ വേസ്റ്റിനകത്ത് കളഞ്ഞേക്കുന്നത്, തട്ടുമ്പുറത്ത് കളഞ്ഞേക്കുന്നത്. അതൊന്നും കഥയൊന്നും ഇല്ലെന്നേ. അപ്പം ഇന്ന് പെട്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം, എല്ലാവരും കാണാൻ സാധിച്ച സന്തോഷം. ഒരു 1-2 കുഞ്ഞു മാജിക് കാണിച്ചു, ചെറിയ മാജിക് മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ, ഹെഡ്ഫോൺ ഒന്ന് ഒഴിവാക്കാം. കേൾക്കാമോ? ഒന്ന് പറഞ്ഞേ. കേൾക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫോൺ ഇവിടെ ഒന്ന് വെക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ നിന്ന് കഴിഞ്ഞാലും എന്നെ കാണണമല്ലോ. കാണാമോ? ഇല്ലില്ല, ഈ ലൈറ്റിന്റെ അവിടെ ആയിട്ട് വെക്കണം. അതായത് ഇപ്പൊ അല്ലല്ല, ലൈറ്റിന്റെ അവിടെ വേണം ക്യാമറ ഇരിക്കും. അപ്പൊ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഇരിക്കാൻ പാടില്ല. ലൈറ്റിന്റെ നേരെ ആയിട്ട് കഴിഞ്ഞാൽ ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, ചെറിയ കുഞ്ഞു കുഞ്ഞു മാജിക്കുകളെ കാണിക്കുന്നുള്ളേ. സൂപ്പർ. ഒരു മാജിക് കൂടി കാണിച്ച. ഓക്കെ, ആ മാജിക് ഒന്ന് കാണിക്കണമെങ്കിൽ ഞാൻ സാധനം കാണാമോ? കാണാം. empty glass. ഗ്ലാസ് ആണ്. മനസ്സിലായി. ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനേ ഈ ഭാഗത്ത് വെക്കട്ടെ, അപ്പോഴും നിങ്ങൾക്ക് ഗ്ലാസ് ഗ്ലാസ് കാണുക. ഇതിനകത്തല്ല സാധാരണ ചെയ്യുന്നത്. സാധാരണ വേറൊരു സാധനം. ഇതിപ്പോ പെട്ടെന്ന് ഞാൻ ഇവിടെ ഇനി മറ്റന്നാൾ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പം ഡൈ ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, എന്താ ഷേവ് ഒക്കെ ചെയ്ത് ഡൈ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴും ജസ്റ്റ് ഫോൺ എടുത്തിട്ട് രാജേഷ് മേഡം ഇത് കണ്ടു. അപ്പൊ അതിനു വേണ്ടിട്ട് മറ്റന്നാളത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്തോണ്ടിരുന്നതിന്റെ കൂട്ടത്തില് വന്നിട്ട് ചെറിയ ഇത് ജസ്റ്റ് മറ്റേ മഹാരാജ ഡ്രസ്സൊക്കെ ഇടുമ്പോ അതിന്റെ പുറത്തിടുന്നൊരു മാലയാണ്. കുറച്ച് ഭാഗത്തെ മുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് മഹാരാജ ഡ്രസ് ആകുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ചാടിക്കിടന്നിട്ട് ഇത്രയും ഭാഗം വരുത്തുള്ളൂ. അത് കണക്കാക്കി അപ്പൊ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു മാജിക് ചെയ്യാവോ എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഓക്കെ, എന്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ട്. കട്ട് ചെയ്തു. കാണാമല്ലോ? കാണാം. ഓക്കെ, അത് കെട്ടിയിരുന്ന ആ ത്രെഡാണിത്. ആ ത്രെഡ് കൂടി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര പാട്. എത്ര നീളം സാമാന്യം അല്പം വിലയുള്ള സ്ഫടിക മുത്താണത് കേട്ടോ. അറിയാം. അത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്കൊരു സന്തോഷം.